നമ്മുടെ കഥാനായകൻ ദാസൻ അദ്ദേഹത്തിൻ്റെ 20 ലക്ഷം രൂപ വിലയുള്ള പുതിയ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൊരു ഫോൺ കോൾ വരുന്നു. സാറിനൊരു 20,000 രൂപ തരാൻ വേണ്ടി വിളിക്കുന്നതാണ്. 20,000 രൂപയോ എനിക്ക് തരാനോ? നിങ്ങൾ ആരാണ് വിളിക്കുന്നത്? അപ്പം മറുതലക്കിലുള്ള ആൾ, സാർ ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിൻ്റെ ഒരു 20,000 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് സാറിന് അങ്ങ് തിരിച്ചു തരാൻ വേണ്ടി വിളിക്കുന്നതാണ്. ദാസൻ സർപ്രൈസ്ഡായിപ്പോയി. എൻ്റെ 20,000 രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലോ? അതെങ്ങനെ വന്നു? അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ച ആൾ പറഞ്ഞു, സാറെ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 20 ലക്ഷം രൂപ വിലയുള്ള കാർ മേടിച്ചില്ലേ, അതിൽ സാർ വിട്ടുപോയൊരു കഥാപാത്രമുണ്ട്, TCS. സാറിന് ബില്ല് കിട്ടിയപ്പോൾ സാർ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, പക്ഷേ ഡീലറെ സാറിൻ്റെ കയ്യിൽ ഒരു 1% TCS ഉൾപ്പെടെ കളക്ട് ചെയ്ത് ഇൻകം ടാക്സിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന്. അറിഞ്ഞില്ല. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാർ മേടിക്കുമ്പോൾ ഡീലർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1% TCS കളക്ട് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റെമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും നമ്മുടെ ദാസനെ പോലെ റോഡ് ടാക്സോ ഇൻഷുറൻസോ ഒക്കെ അടയ്ക്കുന്ന പോലെ ഒരു എക്സ്പെൻസ് ആണെന്ന് വെച്ച് മറന്നു കളഞ്ഞ് അത് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാർ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ 26 ഡേയ്സിൽ ഈ TCS ക്രെഡിറ്റ് കയറി വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ ആ ടാക്സ് പേയബിളിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനോ, നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടാനോ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാർ മേടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ദാസനെ പോലെ ഈ TCS ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ അത് കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു.